ദൈവസ്നേഹം, ദൈവകരുണ എന്ന ധനം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ബോബി അച്ഛൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അയാളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നാളെ അയാളുടെ മനസ്സമ്മതമാണ്. രാത്രിയിൽ കൂട്ടുകാർ ഓടിയെത്തി. അവൾക്ക് നല്ലതല്ലാത്ത ഒരു പൂർവകാലമുണ്ട്. കേട്ട മാത്രയിൽ വീട്ടുകാർ കുരിശു വരച്ചു. ദൈവം ഓരോരോ കാലത്ത് ഓരോന്ന് കാണിച്ച് കൊടുക്കുന്നതിനെ ഓർത്ത് അവൻ പറഞ്ഞു, ദൈവമല്ല കാണിച്ചു തന്നത്, ഇത് നല്ല സമയവുമല്ല. നാളെ എന്നൊരു ദിനമുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് ഞാൻ അവൾക്ക് വാക്കു കൊടുക്കും. തർക്കം മൂത്തു. പാതിരാ കഴിയുമ്പോൾ ആശ്രമത്തിലെ സന്ദർശന മുറിയിൽ അവരുണ്ട്. ഓരോന്നായിട്ട് ദൈവം കാണിച്ചു തരുമ്പോൾ അവൻ്റെ അഹമ്മതി കണ്ടില്ലേ? അവർ പറയുന്നതിൽ ഒരപാകതയും കണ്ടില്ല. നിനക്കെന്തു പറയാനുണ്ട്? ഒരാൾക്ക് ഒരു കൈപ്പിഴ പറ്റുന്നു. അത് തിരുത്താൻ ദൈവം അവൾക്ക് ഒരു ഊഴം കൊടുക്കുന്നു. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. ഞാനത് വേണ്ടെന്ന് വയ്ക്കണോ? മിഴി പൂട്ടേണ്ടി വന്നു. എന്നിട്ടും കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നത് തടയാനാവുന്നില്ല. അന്തരീക്ഷത്തിൽ ഈ യേശുവിൻ്റെ ഗന്ധമൊക്കെ പറയുന്നത് വലിയ പുണ്യാളന്മാരെക്കുറിച്ച് പറയുന്നില്ലേ? അതുപോലെ എന്തോ ഒന്ന്. ഇതെടുത്തിരിക്കുന്നത് പുലർവെട്ടം എന്ന പുസ്തകത്തിൽ നിന്ന്.